നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. സഭയെന്നും വളരണം, വചനമൊഴുകണം, ലോകമെങ്ങും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം, നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് ശാലോം പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം. ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഈശോ അപ്പസ്തോലന്മാരോടും ജനങ്ങളോടുമായിട്ട് പറയുന്നതാണ്, ആരെങ്കിലും സ്വന്തം ജീവൻ രക്ഷിക്കുവാനായിട്ട് പരിശ്രമിച്ചാൽ അവൻ അതിനെ നഷ്ടപ്പെടുത്തുകയുള്ളൂ. എന്നാൽ എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് നേടുക തന്നെ ചെയ്യും. ഈശോയുടെ വാക്കുകൾ സഭയുടെ ആരംഭം മുതൽ തന്നെ വിശ്വാസ സമൂഹം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയിരുന്നു. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടമായാൽ പിന്നെ അവൻ എന്ത് പ്രയോജനമുണ്ട്? അപ്പോൾ ആത്മാവിന് വേണ്ടി ജീവിക്കുക, ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ജീവിക്കുക, അതിനുവേണ്ടിയുള്ള അവൻ്റെ പരിശ്രമങ്ങളിൽ വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതായത് വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചവർ ആയിരക്കണക്കിനാണ് സഭയിൽ. അവരുടെ രക്തത്തുള്ളികളുടെ കരുത്തിലാണ് സഭ വളർന്നു വന്നിട്ടുള്ളത്. രക്തസാക്ഷികളുടെ ചുടുനിണമാണ് സഭയുടെ ജീവൻ. തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തം അത് അനസ്യൂതം പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്തസാക്ഷികൾ തങ്ങളുടെ ജീവൻ രക്തം ഒഴുക്കിക്കൊണ്ട് നമുക്ക് വിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിക്കുമ്പോൾ, സഭയുടെ ആരംഭം മുതൽ ഇന്ന് വരെ രക്തസാക്ഷിത്വത്തിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല. സഭയുടെ ആരംഭത്തിൽ വിശുദ്ധ എസ്തപ്പാനോസും റോമിലെ സഭയും മറ്റ് സഭകളും എല്ലാം പീഡിപ്പിക്കപ്പെട്ടില്ലേ? കടുത്ത മതമർദ്ദനത്തിലൂടെ കടന്നുപോയി. ഈ കാലഘട്ടത്തിലും നമുക്കറിയാം, നമ്മുടെ സഹോദരങ്ങളൊക്കെ പീഡിപ്പിക്കപ്പെടുന്ന, സ്വാതന്ത്ര്യമില്ലാതെ വിശ്വാസം പ്രഘോഷിക്കുവാൻ സ്വാതന്ത്ര്യമില്ലാത്ത 80 രാജ്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ സഭ 80 രാജ്യങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. സുവിശേഷം കൊണ്ടുപോകാൻ അനുവാദമില്ല, കുരിശിന് വന്ദിക്കുവാൻ അനുവാദമില്ല, അവിടെ പൊതുവായിട്ട് ദിവ്യബലി അർപ്പിക്കുവാൻ അവകാശമില്ല, എല്ലാം രഹസ്യത്തിൽ ചെയ്യണം. അങ്ങനെയുള്ള രാജ്യങ്ങൾ നമുക്കുണ്ടല്ലോ. അപ്പോൾ ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നത് ആരാണ്? സഭ, യേശുവിൻ്റെ ശരീരം. ഈ വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച, ജീവൻ സമർപ്പിച്ച ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവരുടെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും വിശ്വാസത്തിൽ തീഷ്ണതയോടെ ജീവിക്കുവാനുള്ള ഉത്തരവാദിത്വം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. എന്തുകൊണ്ട് അവർ ജീവൻ ത്യജിച്ചു? ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ എന്ത് ഫലം എന്ന ഈശോയുടെ ഈ ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ മുഴങ്ങുമ്പോൾ ജീവൻ മുഴുവൻ ത്യജിച്ച വലിയ വലിയ വ്യക്തിത്വങ്ങൾ, രക്തസാക്ഷികൾക്ക് സമ്മാനിക്കുവാൻ സാധിച്ചു. അങ്ങനെ 16-ാം നൂറ്റാണ്ടിൽ സഭയ്ക്കെന്നും ആവേശമായിട്ട് നമുക്ക് ലഭിച്ച വലിയ വിശുദ്ധനാണ്, വലിയ രക്തസാക്ഷിയാണ് വിശുദ്ധ തോമസ് മൂർ. വിശുദ്ധ തോമസ് മൂർ.
15-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ സഭ ലോകത്തിന് നൽകിയ ധീര രക്തസാക്ഷിയാണ് വിശുദ്ധ തോമസ് മൂർ. 1935 11-ാം പിയൂസ് മാർപ്പാപ്പ തോമസ് മൂറിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. പഠനത്തിൽ സമർത്ഥനായിരുന്ന തോമസ് തൻ്റെ 14-ാം വയസ്സിൽ ഓക്സ്ഫോർഡിൽ വിദ്യാർത്ഥിയായി ചേർന്നു. സുഖാസ്വാദനങ്ങളോ അലസമായ നേരംപോക്കുകളിലോ വ്യാപൃതനാവാതെ ആത്മീയതയിൽ അധിഷ്ഠിതമായ ജീവിതമായിരുന്നു പഠനകാലയളവിൽ വിശുദ്ധൻ അനുവർത്തിച്ചു പോന്നിരുന്നത്. ജീവിതവിശുദ്ധി സംരക്ഷിക്കുവാൻ അദ്ദേഹം മരണത്തെപ്പറ്റി ധ്യാനിച്ചിരുന്നു. മരണം സുനിശ്ചിതവും അനിവാര്യവുമാണെന്ന ബോധ്യം നിർമ്മലനായി ജീവിക്കുവാൻ അദ്ദേഹത്തെ സഹായിച്ചു. ദിവസേന ദിവ്യബലികളിൽ പങ്കെടുക്കുകയും നീണ്ട യാമങ്ങൾ പ്രാർത്ഥനയിൽ ചിലവഴിക്കുകയും ചെയ്തിരുന്നു. 37-ാം വയസ്സിൽ അദ്ദേഹം ഇംഗ്ലണ്ടിൻ്റെ സ്ഥാനപതിയും രാജതന്ത്രജ്ഞനുമായി. വളരെ വിഖ്യാതനായ വളരെ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ജോനാഥൻ സ്വിഫ്റ്റ് അദ്ദേഹം തോമസ് മൂറിനെ കുറിച്ച് പറയുകയാണ്, ദ പേഴ്സൺ ഓഫ് എ ഗ്രേറ്റസ്റ്റ് വെർച്യൂ ദ കിങ്ഡം എവർ പ്രൊഡ്യൂസ്ഡ്. മതി, തോമസ് മൂറിനെ കുറിച്ച് മറ്റൊന്ന് ആവശ്യമില്ല. ദ പേഴ്സൺ ഓഫ് എ ഗ്രേറ്റസ്റ്റ് വെർച്യൂസ് ദ കിങ്ഡം എവർ പ്രൊഡ്യൂസ്ഡ്. ഇംഗ്ലണ്ട് സമ്മാനിച്ച ഇത്രയും വലിയ പുണ്യവാനായ ഒരു വ്യക്തി മറ്റൊരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല എന്ന് ആ വിഖ്യാതനായ എഴുത്തുകാരൻ പറയുകയാണ്. അദ്ദേഹം 1477 ജനിച്ചു. 1535 ജൂലൈ 6-ാം തീയതി രക്തസാക്ഷിയായി. അദ്ദേഹം വളരെ ധനാഢ്യമായൊരു കുടുംബത്തിൽ ആണ് ജനിച്ചത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ അമ്മ വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. എന്നാൽ തുടർന്ന് കാൻറ്റർബറിയിലെ ആർച്ച് ബിഷപ്പ് അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സംരക്ഷണവും നൽകി. പഠിക്കുവാൻ സമർത്ഥനായിരുന്നുകൊണ്ട് പഠിക്കുവാനുള്ള എല്ലാ അവസരങ്ങളും നൽകി. 14-ാമത്തെ വയസ്സിൽ അദ്ദേഹം 6 മക്കളിൽ രണ്ടാമനാണ് തോമസ് മൂർ. അദ്ദേഹം 14-ാമത്തെ വയസ്സിൽ ഓക്സ്ഫോർഡിൽ നിയമം പഠിക്കുവാനായിട്ട് ചേർന്നു. വളരെ സമർത്ഥനായ വിദ്യാർത്ഥി. അദ്ദേഹം തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം പഠിക്കുക, അത് അദ്ദേഹം പ്രാവർത്തികമാക്കി. അദ്ദേഹത്തിന് വളരെ വൈദികരും അതുപോലെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ കാൻറ്റർബറിയിലെ ആർച്ച് ബിഷപ്പുമായിട്ടുള്ള സാമീപ്യം ഇത് അദ്ദേഹത്തിനൊക്കെ നല്ലൊരു ആത്മീയ പരിവേഷം നൽകിയിരുന്നു. ഒരു അന്തരീക്ഷം ആത്മീയതയുടേതായിരുന്നു. അതുകൊണ്ട് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് തോമസ് മൂർ ഇപ്രകാരം എഴുതുന്നുണ്ട്, എന്നിൽ അർപ്പിച്ച ഉത്തരവാദിത്വം പഠിക്കുക എന്നുള്ളതായിരുന്നു. ഞാനതിന് 100% വിശ്വസ്തത പുലർത്തി. ഞാൻ അനാവശ്യമായ വിനോദങ്ങളിൽ ഏർപ്പെട്ടില്ല. അനാവശ്യമായ സുഹൃത്തുക്കളും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ സമയം പൂർണ്ണമായിട്ടും പഠനത്തിൽ തന്നെ കേന്ദ്രീകരിച്ചിരുന്നു. ഞാൻ പഠിക്കുമ്പോഴും ഒരിക്കൽ പോലും എൻ്റെ പ്രാർത്ഥന ഞാൻ മുടക്കിയിരുന്നില്ല. ഞാൻ ഈശോയോട് അത്ര അടുത്ത് ജീവിച്ചിരുന്നു. ഓരോ വിദ്യാർത്ഥിക്കും നൽകുന്ന നല്ലൊരു പാഠം. വലിയൊരു വ്യക്തി, വലിയ രക്തസാക്ഷി, ഇംഗ്ലണ്ടിൻ്റെ ചാൻസലറായിരുന്ന വ്യക്തി, അദ്ദേഹം പഠിക്കുന്ന കാലത്ത് കുട്ടിയായിരുന്നപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്രകാരം എഴുതുകയല്ലേ, ഞാൻ അനാവശ്യമായ വിനോദങ്ങളിലോ അതുപോലെയുള്ള കാര്യങ്ങളിലോ ഞാൻ ഏർപ്പെട്ടിരുന്നില്ല. എന്നെ ഏൽപ്പിച്ചിരുന്ന പഠിക്കുക എന്ന ഉത്തരവാദിത്വം 100% ചെലവഴിച്ചിരുന്നു. ഞാൻ എൻ്റെ പ്രാർത്ഥന മുടക്കിയിരുന്നില്ല. എല്ലാ ദിവസവും ഞാൻ ദിവ്യബലിയിൽ പങ്കെടുക്കുമായിരുന്നു. അദ്ദേഹം ജീവിതത്തിൻ്റെ അവസാനം വരെ അങ്ങനെ ചെയ്യുമായിരുന്നു. എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കുമായിരുന്നു. അദ്ദേഹം പഠിപ്പിക്കുക, എഴുതുകയാണ്. അദ്ദേഹം 22-ാമത്തെ വയസ്സിൽ പഠനമെല്ലാം പൂർത്തിയാക്കി വളരെ അറിയപ്പെടുന്ന വ്യക്തിയായി അദ്ദേഹം നിയമമെല്ലാം പഠിച്ച് അദ്ദേഹം തൻ്റെ ജോലി ആരംഭിച്ചു 22-ാമത്തെ വയസ്സിൽ. വളരെ പ്രശസ്തനായ ഒരു നിയമജ്ഞനായിട്ട് അദ്ദേഹം അറിയപ്പെടാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി. അദ്ദേഹത്തിൻ്റെ വളരെ അറിയപ്പെടുന്ന പുസ്തകമാണ് ഉട്ടോപ്പിയ. ഉട്ടോപ്പിയ എന്ന ആ പുസ്തകം എന്നും ചർച്ച ചെയ്യപ്പെടുന്ന പുസ്തകമാണെന്ന് നമുക്കറിയാം. സാഹോദര്യം, സമത്വം ഇവയെക്കുറിച്ചൊക്കെ വളരെ ഭംഗിയായിട്ട് വിവരിക്കുന്ന പുസ്തകം. അതുകൊണ്ട് കാൾ മാർക്സ് തൻ്റെ മൂലധനം എഴുതുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് രൂപം നൽകുമ്പോൾ മാതൃകയായിട്ട് സ്വീകരിച്ചത് ഉട്ടോപ്പിയയാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെല്ലാം വിശുദ്ധ തോമസ് മൂറിൻ്റെ ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും എല്ലാം പ്രചരിക്കുന്നുണ്ട്. അവർക്ക് വളരെ
പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെല്ലാം പ്രധാനപ്പെട്ട ഒരാളായിട്ട് എടുക്കും. കാരണം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉട്ടോപ്യ എന്ന പുസ്തകത്തിൽ ഉണ്ടായിരുന്നു എന്നത് കൊണ്ട് തന്നെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ആ മേഖലകളിൽ മാത്രമല്ല മറ്റു മേഖലകളിലെല്ലാം സ്വാധീനിച്ചിട്ടുണ്ട്. വളരെ ആ കാലഘട്ടത്തിൽ പുസ്തകമൊക്കെ എഴുതുമ്പോൾ അറിയപ്പെടുന്നൊരു വ്യക്തിയായി തീർന്നു. 1504 വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഇംഗ്ലണ്ടിലെ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിച്ച് പാർലമെൻറ്റ് അംഗമായി തീർന്നു. അപ്പോൾ നിയമത്തിൻ്റെ രംഗത്ത് കോടതിയിൽ അദ്ദേഹം തിളങ്ങി, പുസ്തകങ്ങൾ എഴുതി, പാർലമെൻറ്റ് അംഗമായി വളരെ എളുപ്പത്തിൽ തന്നെ അറിയപ്പെടുന്ന വ്യക്തിയായിത്തീരുന്നു. 27-ാമത്തെ വയസ്സിൽ അദ്ദേഹം വിവാഹം കഴിച്ചു. 4 മക്കൾ. കുടുംബത്തെ അദ്ദേഹം വളർത്തിയത് എത്രയോ മാതൃകാപരമായിട്ട് മാതാപിതാക്കൾക്ക് നൽകുകയാണ്. അദ്ദേഹം തൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ഏൽപ്പിച്ച അധ്യാപകന് അദ്ദേഹം എഴുതിയത്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒന്നാമതായി പഠിപ്പിക്കേണ്ടത് ധാർമ്മിക ജീവിതം, സദാചാര ജീവിതം, രണ്ടാമത് വിജ്ഞാനം പകർന്നു കൊടുത്താൽ മതി. ഏത് മാതാപിതാക്കൾ പറയൂ അങ്ങനെ? എൻ്റെ കുഞ്ഞിനെ ഒന്നാമതായിട്ട് പഠിപ്പിക്കേണ്ടത് ധാർമ്മിക മൂല്യങ്ങൾ, സത്യവും നീതിയും, മാതാപിതാക്കളോടുള്ള ബഹുമാനം, സഹോദരങ്ങളോടുള്ള ബഹുമാനം, അധ്യാപകരോടുള്ള ബഹുമാനം, ഒന്നാമതായിട്ട് അത് പഠിക്കട്ടെ. രണ്ടാമതായിട്ട് ജ്ഞാനം പഠിച്ചാൽ മതി. പഠിക്കേണ്ട കാര്യങ്ങൾ അദ്ദേഹം അധ്യാപകൻ എഴുതിയതാണ്. അത് വലിയ മാതൃകയായിട്ട് നിൽക്കുകയല്ലേ. ഇവിടെ അദ്ദേഹം തൻ്റെ ഉത്തമ കുടുംബനാഥനായിരുന്നു. അദ്ദേഹം ഭാര്യയും കുഞ്ഞുങ്ങളെല്ലാം അദ്ദേഹം സ്നേഹിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ മരിച്ചുപോയി. അതിനുശേഷം പിന്നീട് രണ്ടാമത് വീണ്ടും അദ്ദേഹം വിവാഹം കഴിച്ചു. അദ്ദേഹം വളരെ അറിയപ്പെടുന്ന വ്യക്തിയായതുകൊണ്ട് അദ്ദേഹത്തിന് 42-ാമത്തെ വയസ്സിൽ ഹെൻറി 8 രാജാവ് അദ്ദേഹത്തെ രാജകൊട്ടാരത്തിലെ രാജ്യതന്ത്രജ്ഞനായിട്ട് നിയമിച്ചു. അദ്ദേഹം നിയമം അറിയാം, അതുപോലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം അറിയാം. അതുകൊണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തെ 42-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ സ്ഥാനം ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ രാജകൊട്ടാരത്തിലെ അറിയപ്പെടുന്ന വ്യക്തിയായി ഹെൻറി രാജാവിന് വളരെ പ്രിയപ്പെട്ടവനായി തീർന്നു. 1509 മുതൽ 44 വരെ ഇംഗ്ലണ്ട് ഭരിച്ച രാജാവാണ് ഹെൻറി രാജാവ്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പരിചയമുണ്ട്. അദ്ദേഹമാണ് ഇംഗ്ലണ്ടിൻ്റെ രാഷ്ട്രീയവും മതപരവുമായിട്ടുള്ള ദിശ മാറ്റിയ രാജാവാണ്, ചക്രവർത്തിയാണ് ഹെൻറി 8 ചക്രവർത്തി. അദ്ദേഹം ഈ തോമസ് മൂറിനെ അദ്ദേഹത്തിൻ്റെ പ്രധാന വ്യക്തിയാക്കി മാറ്റി. പക്ഷേ ഈ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ആദ്യം ഞാൻ ദൈവത്തിൻ്റെ നിയമം അനുസരിക്കും, തുടർന്ന് ഞാൻ അങ്ങയുടെ നിയമം അനുസരിക്കും. ഒരു വ്യക്തിക്ക് പറയാവുന്ന ഒരു വിശുദ്ധനായ വ്യക്തി അദ്ദേഹം പറയും, ആദ്യം ഞാൻ ദൈവത്തിൻ്റെ നിയമം അനുസരിക്കും, തുടർന്ന് അങ്ങയുടെ നിയമവും. ഇതിന് വളരെ ആഴമായ ആത്മീയ ഒരു ചുറ്റുപാടുകൾ തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം താമസിച്ചിരുന്ന ഒരു കർത്തൂസ്യൻ സന്യാസ ആശ്രമത്തിനോട് ചേർന്നായിരുന്നു. അവിടെ അദ്ദേഹം നിരന്തരം എല്ലാ ദിവസവും ദിവ്യബലിക്ക് പോകുകയും അവരോടൊപ്പം യാമപ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും പ്രാർത്ഥനയിലെല്ലാം പങ്കെടുക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ നോമ്പ് കാലത്ത് ഈ ഉപവാസം അനുഷ്ഠിക്കുക, മത്സ്യമാംസങ്ങൾ ഉപേക്ഷിക്കുക, പരിഹാരങ്ങൾ ചെയ്യുക. നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുകയില്ല, അദ്ദേഹം ചമ്മട്ടി അടിച്ചിരുന്നു. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ 3-ാം സഭയിലെ അംഗമായിരുന്നു അദ്ദേഹം. അപ്പോൾ എത്ര ആഴമായൊരു ആധ്യാത്മികത, ഈശോയുടെ ചേർന്നുള്ള ഒരു ആത്മീയ ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നതെന്ന് മറ്റെന്ത് തെളിവാണ് വേണ്ടത്? അൽമായരുടെ 3-ാം സഭയിൽ, ഫ്രാൻസിസ്കൻ 3-ാം സഭയിൽ അദ്ദേഹം അംഗമായിക്കൊണ്ട് വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹം ഈ നോമ്പുകാലത്ത് കടുത്ത പീഡകൾ സഹിക്കുമായിരുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള ആത്മീയ ജീവിതമാണ് വിശുദ്ധ തോമസ് മൂർ നയിച്ചിരുന്നത്. അതുകൊണ്ട് അദ്ദേഹം വളരെ ശക്തനായിട്ടുള്ള വളരെ ഉത്തരവാദിത്വങ്ങൾ അദ്ദേഹത്തിന് രാജാവ് നൽകി. ആ സ്ഥാനമാനങ്ങളെ അദ്ദേഹം നൽകി. മാത്രമല്ല, ഈ കാലഘട്ടം കൊണ്ട് രാജാവിൻ്റെ ഏറ്റവും അടുത്ത പ്രവർത്തിക്കുന്ന ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ധനകാര്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നൽകി. അവരുടെ പാർലമെൻറ്റിലെ സ്പീക്കറായിട്ടുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിന് നേടിയെടുക്കുവാൻ സാധിച്ചു. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ തലവനായിട്ട് അദ്ദേഹം നിയമിക്കപ്പെട്ടു. അപ്പോൾ വിവിധ മേഖലകളിൽ രാജ്യത്തെ പ്രവർത്തനങ്ങളിൽ സഹായിക്കുവാൻ ഏറ്റവും അടുത്ത് നിന്ന് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത്
നമുക്കിതിൽ നിന്നെല്ലാം മനസ്സിലാക്കുവാൻ സാധിക്കും അദ്ദേഹം എത്ര കൃത്യതയോടുകൂടി പ്രവർത്തിച്ചു എന്നുള്ളത്. ഈ കാലഘട്ടത്തിൽ രാജ്യം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. ഹെൻറി 8 രാജാവ് തൻ്റെ പ്രിയ പത്നി കാതറിനുമായിട്ടുള്ള വിവാഹബന്ധം വേർപെടുത്തണമെന്ന് ആഗ്രഹിക്കുകയാണ്. മറ്റൊരു വിവാഹം കഴിക്കണം, ആനിബോളിനെ വിവാഹം കഴിക്കണം. എന്നാൽ സഭ ഇതിന് എതിരായിരുന്നു. കാരണം മരണം വരെ ഒരു ജീവിത പങ്കാളി. അപ്പോഴത്തെ ചാൻസലറായിരുന്ന കാർഡിനൽ ഊൾസിയോട് തൻ്റെ ആഗ്രഹം രാജാവ് പ്രകടിപ്പിച്ചു. ഹെൻറി 8 കാർഡിനൽ ഊൾസി ഇക്കാര്യം മാർപ്പാപ്പയുമായി സംസാരിച്ചെങ്കിലും മാർപ്പാപ്പ യാതൊരു കാരണവശാലും അനുവാദം നൽകിയില്ല. ഇക്കാര്യം രാജാവിനെ കാർഡിനൽ ഊൾസി അറിയിച്ചു. നിങ്ങൾക്ക് ഒരിക്കലും മറ്റൊരു വിവാഹം കഴിക്കുവാൻ സാധിക്കുകയില്ല, കത്തോലിക്ക സഭയുടെ അംഗമായി നിന്നുകൊണ്ട് എന്നിക്കാര്യം അറിയിച്ചു. ഇതിൽ രാജാവ് വളരെയധികം കുപിതനായി. അദ്ദേഹത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങൾ എത്രയുണ്ടെന്ന് നാം നേരത്തെ തന്നെ ശ്രവിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം അഹങ്കാരിയും തന്നിഷ്ടക്കാരനും അതുപോലെ സ്വാർത്ഥമതിയും എല്ലാമായിരുന്നു, സുഖലോലുപനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം കോപിഷ്ഠനായി കാർഡിനൽ ഊൾസിയെ ആ ചാൻസലർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളെല്ലാം കണ്ടുകെട്ടി തൻ്റെ മുമ്പിൽ ഹാജരാകുവാനുള്ള കൽപ്പനയും കൊടുത്തു. കാർഡിനൽ ഊൾസി രാജാവിൻ്റെ അടുത്തേക്കുള്ള യാത്രാമധ്യേ ഇങ്ങനെ ആത്മഗതം ചെയ്തു എന്നാണ് പറയുന്നത്. ഞാൻ ഈ രാജാവിനെ സേവിക്കുന്നതിനുള്ള സമയവും കൂടി എന്നെ വിളിച്ച, എന്നെ സ്നേഹിച്ച എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ ചിലവഴിച്ചിരുന്നെങ്കിൽ എനിക്കിന്ന് ഈ ഗതികേട് വരുമായിരുന്നില്ല. യാത്രാമധ്യേ കൊട്ടാരത്തിലെത്തുവാൻ കാർഡിനൽ ഊൾസിക്ക് സാധിച്ചില്ല. വഴിമധ്യം മരണമടഞ്ഞു. യാത്രാമധ്യം മരണമടഞ്ഞു. 1529 പുതിയ ചാൻസലറായി നമ്മുടെ കഥാനായകൻ പ്രിയപ്പെട്ട വിശുദ്ധ തോമസ് മൂറിനെ രാജാവ് നിയമിക്കുകയാണ്. തോമസ് മൂർ ആ സ്ഥാനം ഏറ്റെടുത്തു. അദ്ദേഹത്തിന് അറിയാം വരുവാൻ പോകുന്ന കൊടുങ്കാറ്റ് എന്താണെന്ന്. എങ്കിലും രാജകൽപ്പന അനുസരിച്ച് അതനുസരിക്കുവാനേ അദ്ദേഹം നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ആ സ്ഥാനം ഏറ്റെടുക്കുകയാണ്. 1531 മാർപ്പാപ്പയുമായിട്ടുള്ള ഇംഗ്ലണ്ടിലെ സഭയുടെ ബന്ധം വേർപെടുത്തിക്കൊണ്ട് അദ്ദേഹം ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിലെ സഭ എന്നൊരു സഭ തന്നെ സ്ഥാപിക്കുകയാണ്. അതിനുശേഷം സ്വതന്ത്രമായിട്ട് പാർലമെൻറ്റ് നിയമം പാസ്സാക്കിയാണ്. പരമാധികാരം, പാർലമെൻറ്റിന് പരമാധികാരവും അതോടൊപ്പം തന്നെ എല്ലാ അവകാശങ്ങളും പരമാധികാരമായ രാജാവിലേക്ക് നിക്ഷിപ്തമാകുന്നത് പോലുള്ള നിയമനിർമ്മാണം നടത്തുകയും ചെയ്തു. 1533 അദ്ദേഹം സ്വതന്ത്രമായ ഈ സഭയിൽ അംഗമായിക്കൊണ്ട് അദ്ദേഹം പരമാധികാരിയായതുകൊണ്ട് ആനിബോളിനെ വിവാഹം കഴിച്ചു. ആദ്യത്തെ വിവാഹം ഒഴിവാക്കി മറ്റൊരു സ്ത്രീയെ അദ്ദേഹം വിവാഹം കഴിച്ചു. 1534 അത് തൊട്ടടുത്താണ്. 1529 ചാൻസലറാകുന്നു നമ്മുടെ വിശുദ്ധ തോമസ് മൂർ. 31 കത്തോലിക്ക സഭയായിട്ടുള്ള ബന്ധം വേർപെടുത്തി സ്വതന്ത്ര സഭയാകുന്നു. 33 വിവാഹം കഴിക്കുന്നു. വീണ്ടും മറ്റൊരു സ്ത്രീയെ രാജാവ് വിവാഹം കഴിക്കുന്നു. 1534 രാജാവ് പരമാധികാരിയായിട്ട് സ്വയം പ്രഖ്യാപിക്കുകയും ആ പ്രഖ്യാപനത്തിൽ തോമസ് മൂറിനോട് ഒപ്പുവെക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ചാൻസലർ എന്ന നിലയിൽ വിശുദ്ധ തോമസ് മൂർ പറഞ്ഞു, പരമാധികാരി ഒരുപക്ഷെ അങ്ങായിരിക്കാം, എന്നാൽ എനിക്കൊരു പരമാധികാരി മാത്രമേ ഉള്ളൂ, എൻ്റെ ദൈവം. ഞാനിത് ഒരിക്കലും ഒപ്പുവെക്കുകയില്ല എന്ന് പറഞ്ഞു. അത് രാജ്യദ്രോഹമായിട്ട് കണക്കാക്കുകയും വിശുദ്ധ തോമസ് മൂറിനെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. തോമസ് മൂറിൻ്റെ കാരാഗ്രഹവാസം കഠിനമായിരുന്നു. പീഡനങ്ങൾ അദ്ദേഹത്തെ ശാരീരികമായും മാനസികമായും തളർത്തി. തടവറയിൽ ഭക്ഷണമില്ലാതെ വിശുദ്ധൻ അസ്ഥിപഞ്ജരമായി. തടവറയിൽ കഴിഞ്ഞിരുന്ന മൂറിനെ കാണാൻ ഭാര്യ ആലീസ് എത്തുകയും സ്വഭാര്യയുടെ നിഷ്കപട ഹൃദയം മനസ്സിലാക്കിയിരുന്ന മൂർ അവരെ ആശ്വസിപ്പിച്ച് പറഞ്ഞയക്കുകയും ചെയ്തു. തടവറയിൽ നിന്ന് രക്തസാക്ഷിത്വത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള തോമസ് മൂറിൻ്റെ ദിവസം അടുത്തു വന്നു.
വധശിക്ഷാ സൂചനയായി ഒരു കോടാലി വഹിച്ചുകൊണ്ട് ഒരാൾ തോമസ് മൂറിൻ്റെ മുന്നിൽ പോയിരുന്നു. യാത്രാമധ്യേ അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രി മാർഗരറ്റ് പട്ടാളക്കാരുടെ ഇടയിലൂടെ വന്ന് പിതാവിനെ ആലിംഗനം ചെയ്യുകയും പൊട്ടിക്കരയുകയും ചെയ്തുകൊണ്ടിരുന്നു. ജയിലിൽ അദ്ദേഹം വളരെ കഠിനമായ പീഡകളായിരുന്നു. അദ്ദേഹത്തിന് ഭക്ഷണം ലഭിച്ചിരുന്നില്ല, ഏകാന്തതയായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം ഏകാന്തതയിൽ വളരെയധികം വിഷമിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ പലതവണ വന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു, അങ്ങ് എന്ത് ബുദ്ധിയുള്ളവനാണ്, വലിയ ബുദ്ധിമാനാണെന്നാണല്ലോ ലോകത്തില്ല, എന്നാൽ ഈ ഒരു കാര്യത്തിൽ അങ്ങയുടെ ബുദ്ധി എവിടെയാണുള്ളത്? അങ്ങ് കണ്ടുപഠിക്ക്. എത്രയോ മെത്രാന്മാർ ഇവിടെ രാജാവിനെ അനുസരിക്കുന്നു, എത്രയോ വൈദികരെ അനുസരിക്കുന്നു, എത്രയോ വലിയ വ്യക്തികൾ, അവർ പ്രഭുക്കന്മാർ, ഇവരെല്ലാം രാജാവിനെ അംഗീകരിച്ചല്ലോ. ഇതൊരു അങ്ങ് മാത്രമാണ് എന്തുകൊണ്ടാണ് ഇതിന് അംഗീകരിക്കാത്തത്? കേണപേക്ഷിച്ചു. കരഞ്ഞ് ഭാര്യ വിശുദ്ധ തോമസ് മൂറിനോട് പറഞ്ഞു. തോമസ് മൂർ പറഞ്ഞു, എനിക്കൊരു ഭാര്യയേ ഉള്ളൂ, എനിക്കൊരു അധികാരമേ ഉള്ളൂ, എനിക്കൊരു സ്നേഹമേ ഉള്ളൂ, അതെൻ്റെ ദൈവം. ദൈവത്തിൻ്റെ നിയമമാണ് എൻ്റെ അവസാനത്തെ നിയമം. നിൻ്റെ മനസ്സ് നിഷ്കളങ്കമായ മനസ്സാണ്, നിനക്കത് മനസ്സിലാകുകയില്ല. എനിക്ക് ഈ ലോകത്തേക്കാൾ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ മോഹങ്ങളോടും വികാരങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. അവനെ പ്രതി ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന അപ്പസ്തോലൻ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ആഴമായ ആധ്യാത്മികത എത്ര ഭംഗിയായിട്ടാണ് വിശുദ്ധ തോമസ് മൂർ, ഒരു സാധാരണ അൽമായൻ, പ്രാവർത്തികമാക്കുന്നതെന്ന് അത്ഭുതത്തോടുകൂടിയാണ് നമുക്ക് വീക്ഷിക്കുവാൻ കഴിയൂ. എല്ലാ സ്ഥാനമാനങ്ങളും ഉണ്ട്. ഭാര്യ വന്ന് പറയുക, മറ്റുള്ളവരെ കണ്ടു പഠിക്ക്, അവരൊക്കെ സ്വീകരിക്കുകയല്ലേ. തോമസ് മൂർ പറയുക, എൻ്റെ ദൈവം എൻ്റെ രാജാവ്, അതിനപ്പുറത്തൊന്നുമില്ല. ഞാൻ തെറ്റ് ചെയ്യുകയില്ല. സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഞാൻ ഒരിക്കലും അത് ചെയ്യുകയില്ല. അദ്ദേഹത്തെ വധിക്കുന്നതിന് വേണ്ടിയുള്ള സമയമെത്തി. അദ്ദേഹം ധീരതയോടുകൂടി കൊലക്കളത്തിലേക്ക് പോവുകയാണ്. ആ അവസരത്തിൽ അദ്ദേഹം ആനന്ദിക്കുകയാണ്, സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ തൻ്റെ മുമ്പിലൂടെ കർത്തൂസ്യൻ സന്യാസികളെ കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഭാര്യയോട് പറയുന്നുണ്ട്, നോക്ക്, ആ മണവാളന്മാർ എത്ര സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത്, അവരെത്ര ഭാഗ്യവാന്മാർ. അതുപോലെ തനിക്കുള്ള അവസരം വരുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെ വധിക്കുന്നതിന് വേണ്ടിയുള്ള കൊണ്ടുപോകുമ്പോൾ മുകളിലേക്കുള്ള ഗോവണി കയറണം. ഗോവണി കയറുമ്പോൾ പടികളെല്ലാം വളരെ പഴകിയതായിരുന്നു, ഒരുപക്ഷെ അത് താഴേക്ക് വീണെങ്കിലോ. അപ്പോൾ പറയുക, ഞാൻ മുകളിലേക്ക് പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, അപകടമൊന്നും ഉണ്ടാകാതെ താഴേക്ക് ഞാൻ വന്നുകൊള്ളാമെന്ന്. അതായത് അവിടുന്ന് വധിക്കപ്പെട്ടു താഴേക്ക് പിന്നെ പോരുന്നതിന് എളുപ്പമില്ലല്ലോ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. തന്നെ കൊല്ലുന്ന ആരാച്ചാരോട്, കഴുത്തറക്കുന്ന വാളുമായിട്ട് നിൽക്കുന്ന ആരാച്ചാരോട് അദ്ദേഹം പറയുകയാണ്, ശ്രദ്ധിക്കണം, എൻ്റെ കഴുത്തിന് നീളം കുറവാണ്, അതുകൊണ്ട് നിങ്ങൾ ഒരു മോശം അറവുകാരനായിട്ട് അറിയപ്പെടരുത്, നിങ്ങൾ മോശമായിട്ടൊരു ഘാതകനായിട്ട് അറിയപ്പെടരുത്, നിങ്ങൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം, എൻ്റെ കഴുത്തിന് നീളം കുറവാണ്. താടി അദ്ദേഹം മാറ്റി പിടിച്ചുകൊണ്ട് പറയുകയാണ്, എൻ്റെ താടിയൊന്നും കുറ്റം ചെയ്തിട്ടില്ലല്ലോ, നിങ്ങൾ എൻ്റെ താടിയെ, അതുകൊണ്ട് താടി മാറ്റുകയാണ്, കഴുത്ത് മാത്രം കാണിച്ചു കൊടുക്കുകയാണ് വിശുദ്ധൻ ചെയ്യുന്നത്. അദ്ദേഹം ഇപ്രകാരം പറയുന്നു, കണ്ണ് മൂടിക്കെട്ടുവാൻ വേണ്ടിയിട്ട് വന്ന ആളുകളോട് പറഞ്ഞു, നിങ്ങൾ മൂടിക്കെട്ടേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് എൻ്റെ കണ്ണുകൾ മൂടിക്കെട്ടാൻ കഴിയും. അദ്ദേഹം തന്നെ സ്വയം മൂടിക്കെട്ടുകയാണ് കണ്ണുകൾ. എന്തൊരു ലാളിത്യത്തോടു കൂടിയും ആഹ്ലാദത്തോടു കൂടിയും അദ്ദേഹം മരണത്തെ സമീപിക്കുക, എന്തൊരു അത്ഭുതകരമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മരണത്തിലേക്ക് ഒരു നിമിഷം കൂടി ഉള്ളപ്പോൾ അദ്ദേഹം പറയും, ഞാൻ രാജാവിനെ എന്നും സ്നേഹിച്ചിരുന്നു, ഞാൻ രാജാവിൻ്റെ പ്രവൃത്തി ഞാൻ സഹായിക്കുകയും ചെയ്തു, എന്നാൽ എൻ്റെ സ്വർഗീയ രാജാവിൻ്റെ അടുത്തേക്ക് ഞാൻ അവിടെ പോവുകയാണ്, അവിടെ എനിക്ക് ദുഃഖമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. എത്ര അത്ഭുതകരമായിട്ടാണ് അദ്ദേഹം യാത്രയാകുക. അദ്ദേഹത്തെ വധിച്ചു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ശരീരം 4 ഭാഗങ്ങളായിട്ട് കഷ്ണങ്ങളാക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അത് ചിതറിച്ച് കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശിരസ് എല്ലാവർക്കും കാണാവുന്നതുപോലെ തെംസ് നദിയുടെ പാലത്തിൽ കൊണ്ടുപോയി സ്ഥാപിച്ചു. 15 ദിവസം അതവിടെ പാലത്തിലുണ്ടായിരുന്നു. തുടർന്നത് തെംസ് നദിയിലേക്ക് ഒഴുക്കിക്കളയുകയാണ് ചെയ്തത്. എത്ര ക്രൂരമായിട്ടുള്ള ജീവിതം, പക്ഷേ എത്ര ആഹ്ലാദത്തോടു കൂടി അദ്ദേഹം ഈ മരണത്തെ ഏറ്റെടുക്കുന്നു എന്നുള്ളത് അത് സന്തോഷത്തോടു കൂടി നമുക്ക് ഓർത്തിരിക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം. അദ്ദേഹം മരിക്കുമ്പോൾ വളരെയധികം ദുഃഖം ഇംഗ്ലണ്ടിലെ സഭയ്ക്കുണ്ടായിരുന്നു. എന്നാൽ
വലിയൊരു രക്തസാക്ഷിയെ, മാതൃകാ രക്തസാക്ഷിയെ സഭയ്ക്ക് സമ്മാനിക്കുകയാണ് ദൈവം വിശുദ്ധ തോമസ് മൂറിലൂടെ. തോമസ് മൂറിൻ്റെ ശിരസ് ലണ്ടൻ ബ്രിഡ്ജിൽ പ്രദർശനത്തിന് വെച്ചതിന് ശേഷമാണ് സംസ്കരിച്ചത്. 1535 ജൂലൈ 6 തോമസ് മൂർ രക്തസാക്ഷിയാകുന്നത്. ദൈവഭക്തനും രാജഭക്തനുമായി ഞാൻ ജീവിച്ചു, എന്നാൽ സർവോപരി ദൈവഭക്തനായി ഞാൻ മരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം ദൈവത്തിലർപ്പിച്ച വിശുദ്ധ തോമസ് മൂർ ഇന്നും സഭയുടെ വിശുദ്ധരിൽ അവിസ്മരണീയ സ്ഥാനം അലങ്കരിക്കുന്നു. 1935 11 പീസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുകയാണ്. നമുക്ക് വിശുദ്ധനോട് പ്രാർത്ഥിക്കാം. എത്രയോ ഉത്തമമായ മാതൃക. ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? നമുക്ക് രാജ്യത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരാണ് നാം. എന്നാൽ രാജ്യത്തിൻ്റെ നിയമത്തെക്കാൾ വലുത് ദൈവത്തിൻ്റെ നിയമമാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ എത്രയോ പേര് വിവാഹബന്ധങ്ങളൊക്കെ അനാവശ്യമായിട്ട് കൊച്ചു കാര്യങ്ങളുടെ പേരിലാണ് വിവാഹബന്ധങ്ങൾ വേർപെടുത്തുക. മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കൾ, നല്ല ഉത്തമമായ മാതാപിതാക്കൾ ഏതെല്ലാം മേഖലകളിലെ വലിയ മാതൃകയാണ്. അതുകൊണ്ട് വിശുദ്ധൻ എല്ലാ ന്യായാധിപന്മാരുടെയും അതുപോലെ തന്നെ അഡ്വക്കേറ്റ്സിൻ്റെയും വിവാഹം നടക്കാത്തവരുടെയും വിവാഹ ജീവിതത്തിൻ്റെ എല്ലാം മധ്യസ്ഥനായിട്ടാണ് അറിയപ്പെടുന്നത്. നിരവധി മേഖലകളിൽ അദ്ദേഹം മധ്യസ്ഥനായിട്ട് അറിയപ്പെടുന്നു. ഏറെ പ്രത്യേകിച്ച് രാജ്യതന്ത്രജ്ഞന്മാരുടെയും അതുപോലെ അഭിഭാഷകരുടെയും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വലിയൊരു വിശുദ്ധനെ ഞങ്ങൾക്ക് നൽകിയല്ലോ, ഞങ്ങൾക്ക് മാതൃകയായിട്ട് നൽകി. ഞങ്ങളുടെ അനുദിന ജീവിതത്തിലും വിശുദ്ധനെ പോലെ ദൈവത്തിന് വേണ്ടി മാത്രം ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ തോമസ് മൂറിനെ രക്തസാക്ഷിയായി ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി പറയുന്നു. വിശുദ്ധ തോമസ് മൂറിനെ പോലെ പൂർണ്ണമായിട്ടും അങ്ങേക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. പ്രതിസന്ധികളിൽ സമചിത്തതയോടുകൂടെ ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ. എപ്പോഴും ലളിതമായ ജീവിതം, അതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. കുരിശുകൾ ഞങ്ങൾ നേരിടുമ്പോൾ സന്തോഷത്തോടും ലാളിത്യത്തോടും കൂടി അതിനെ സമീപിക്കുവാൻ കൃപ ഞങ്ങൾക്ക് നൽകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ എപ്പിസോഡിൽ എന്നെ ശ്രവിച്ച ശാലം കുടുംബാംഗങ്ങളെല്ലാവരോടും നന്ദി ഞാൻ അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നിണമണിഞ്ഞ കാലടി പാടുകൾ നൽകി നമുക്കായൊരു ദർശനം. രക്തമൊഴുക്കിയ കാലടി പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. രക്തമൊഴുക്കിയ കാലടി പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിണമണിഞ്ഞ ഈ കാലടി പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ നടത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും